ലഹരി കെണിയിൽ കുടുങ്ങുന്നവർ സമൂഹത്തിലെ പതിവ് കാഴ്ചയായി മാറുന്നു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ നിരാശ. കേരളത്തിലേക്കുള്ള ലഹരിക്കടത്തിൻ്റെ ഉത്ഭവം എവിടെയാണെന്ന് അറിയാൻ നമ്മുടെ ഈ തിരുട്ട് ഗ്രാമത്തിലേക്ക് പോയ അന്വേഷണ സംഘം അതിൻ്റെ കാണാപ്പുറങ്ങൾ തേടി ഒരു യാത്ര നടത്തി. ആ യാത്ര അവരെ കൊണ്ടെത്തിച്ചത് ബംഗളൂരിലാണ്. ബംഗളൂരു നഗരത്തിൽ അവർക്ക് കുറേ കാര്യങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞു. ചിലതൊന്നും മാധ്യമങ്ങൾ വഴി നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല. കാരണം ഈ മാഫിയ സംഘങ്ങളെ അകത്തിടണം എന്നുണ്ടെങ്കിൽ ഈ അന്വേഷണം തുടരുക തന്നെ വേണം. എന്തായാലും നമ്മുടെ അന്വേഷണ പരമ്പര ആരംഭിക്കുകയാണ്. നമ്മുടെ യുവത, നമ്മുടെ ന്യൂ ജനറേഷൻ യൂത്ത് ഇത്തരം ലഹരിയിൽ മുഖം കുത്തി വീഴാതിരിക്കാൻ വേണ്ടി നമ്മുടെ അന്വേഷണ പരമ്പര തുടരുന്നു. ലഹരിക്കടത്തിൻ്റെ കാണാപ്പുറങ്ങൾ. ക്രിസ്മസ് പുതുവത്സര ആഘോഷത്തിനായി കൊച്ചിയിലേക്ക് ലഹരി ഇടനാഴി വെട്ടിത്തുറന്ന് ബംഗളൂരു ലഹരി മാഫിയ. നൈജീരിയൻ സ്വദേശി യൂസഫാണ് കാണാമറയത്തിരുന്ന കൊച്ചിയിലെ ലഹരി മാഫിയയെ നിയന്ത്രിക്കുന്നത്. യൂസഫിൻ്റെയും കൊച്ചി ബംഗളൂരു ലഹരി ഇടനാഴിയുടെയും വഴികൾ തേടിയുള്ള പരമ്പര 24 തുടക്കമിട്ടിരിക്കുന്നു. പരമ്പരയിലെ ആദ്യ റിപ്പോർട്ടാണ് ഇത്. കഴിഞ്ഞ കുറച്ചു നാളുകളായി കേരളത്തിലേക്ക് രാസലഹരിയുടെ ഒഴുക്ക് വൻതോതിലാണ്. പുതുവർഷ ക്രിസ്മസ് രാവ് അടുത്തിരിക്കെ കേരളത്തിലേക്ക് രാസലഹരി ഒഴുകുന്ന ബാംഗ്ലൂരിലൂടെ അന്വേഷണം ആരംഭിക്കുകയാണ് 24 സംഘം. നൈജീരിയക്കാരൻ യൂസഫ്, ബംഗളൂരുവിലെ പാബ്ലോ എസ്കോബാർ, പ്രധാനപ്പെട്ട പെഡ്ലർ. യൂസഫ് അറിയാതെ ഒരു ലഹരി ഡീലും ബംഗളൂരുവിൽ നടക്കാറില്ല. ഞങ്ങളും അയാളെ ബന്ധപ്പെട്ടു. ഏറെ പണിപ്പെട്ടാണ് യൂസഫിന്റെ നമ്പർ സംഘടിപ്പിച്ചത്. വാട്സാപ്പ് വഴി ചാറ്റിംഗ് ആരംഭിച്ചു. ആദ്യം ചില സംശയങ്ങൾ പ്രകടിപ്പിച്ചെങ്കിലും പൈസയുടെ കാര്യം പറഞ്ഞതോടെ പരിചയത്തിലായി. ഞങ്ങളുടെ നമ്പറും യൂസഫ് സേവ് ചെയ്തു. അതുവഴിയാണ് അയാളുടെ വാട്സാപ്പ് സ്റ്റേറ്റസ് കണ്ടത്. ഞെട്ടിക്കുന്ന ലഹരി കച്ചവടം. വിൽപ്പനയ്ക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന MDMA കവറുകളാണ് വാട്സാപ്പ് സ്റ്റേറ്റസിൽ കണ്ടത്. അതിൽ നിന്ന് തന്നെ അയാളുടെ ധൈര്യം വ്യക്തം. ആദ്യം ഞങ്ങൾ 1 ഗ്രാം MDMA വേണമെന്ന് ആവശ്യപ്പെട്ടു. അത്രയും മതിയോ എന്ന് മറുചോദ്യം. അടുത്തയാഴ്ച പാർട്ടിക്കായി 500 ഗ്രാം വാങ്ങാമെന്നും നിലവിൽ 1 ഗ്രാം മതിയെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ചു. ഇനിയാണ് ഓപ്പറേഷൻ. വസനവാടിക്കടുത്ത് ഞങ്ങളുണ്ടെന്ന് മെസ്സേജ് അയച്ചു. അരമണിക്കൂറിനുള്ളിൽ സ്റ്റഫ് എത്തിക്കാമെന്ന് യൂസഫ്. നേരിട്ട് കൊണ്ടുവരുമെന്ന് കരുതിയെങ്കിലും ഓപ്പറേഷൻ വേറെയായിരുന്നു. വഴിയരികിൽ MDMA കവർ ഉപേക്ഷിച്ച സ്ഥലത്തിന്റെ ഫോട്ടോയും ലൊക്കേഷനും യൂസഫ് അയച്ചു തന്നു. അങ്ങനെ യൂസഫ് അയച്ചു തന്ന ലൊക്കേഷനിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ ലൊക്കേഷനൊപ്പം തന്നെ അയച്ചു തന്ന ഫോട്ടോയുള്ള സ്ഥലത്ത് ഈ ലഹരി മരുന്ന് സൂക്ഷിച്ചിട്ടുണ്ട് എന്നതാണ് യൂസഫ് പറഞ്ഞത്. ഇതാണ് യൂസഫ് അയച്ചതെന്ന ലൊക്കേഷൻ. ബംഗളൂരു നഗരത്തിലെ ബനസ്വാടിക്ക് സമീപമുള്ള ഒരു പ്രദേശമാണ്. ഇവിടെയാണ് ഈ MDMA സൂക്ഷിച്ചിട്ടുണ്ട് എന്നത് യൂസഫ് തന്നെ പറഞ്ഞത്. അതിന് കൃത്യമായ ഒരു സ്പോട്ട് കൂടി ഉണ്ട്. അതിൻ്റെ ചിത്രം ഉൾപ്പെടെ അയച്ചു തന്നിട്ടുണ്ട്. ഇനി ആ സ്പോട്ട് കൂടി നമുക്ക് കണ്ടെത്തണം.
അതീവ ദുഷ്കരവും അപകടകരവുമായ സ്ഥലത്തു നിന്നാണ് ലഹരിമരുന്ന് ശേഖരിക്കാൻ ഞങ്ങൾക്ക് നിർദ്ദേശം ലഭിച്ചത്. നിരീക്ഷണത്തിന് ചുറ്റിലും ലഹരിമരുന്ന് മാഫിയയുടെ സംഘാംഗങ്ങളും ഉണ്ടായിരുന്നു. MDMA ശേഖരിച്ച് നിമിഷങ്ങൾക്കകം തന്നെ സ്ഥലം കാലിയാക്കണമെന്ന് പെഡ്ലറുടെ സന്ദേശവും ലഭിച്ചിരുന്നു. പരീക്ഷണാർത്ഥം വാങ്ങിയ MDMA പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ നശിപ്പിച്ചു. മാത്രമല്ല, ലഹരിമരുന്ന് സംഘങ്ങളെപ്പറ്റിയും സംഘത്തലവൻ യൂസഫിനെ പറ്റിയും കർണാടക പോലീസിനും വിവരങ്ങൾ കൈമാറി. യൂസഫിന്റെ കാര്യം പറഞ്ഞെങ്കിലും അയാളിലേക്ക് എത്തുക ദുഷ്കരം എന്ന മറുപടിയാണ് ലഭിച്ചത്. പലതവണ ശ്രമിച്ചിട്ടും പിടികൂടാൻ കഴിയാത്ത ബംഗളൂരു പാബ്ലോയാണ് യൂസഫ്. ഒരു വാട്സാപ്പും സ്മാർട്ട് ഫോണും ഒരൽപ്പം പണവുമുണ്ടെങ്കിൽ MDMA പോലുള്ള രാസവസ്തുക്കൾ എത്ര അളവിൽ വേണമെങ്കിലും ബംഗളൂരുവിൽ സുലഭമായി ലഭിക്കും. കേരളത്തിൽ നിന്ന് കർണാടകത്തിലേക്കെത്തുന്ന വിദ്യാർത്ഥികൾ യൂസഫിനെ പോലുള്ള പെഡ്ലർമാരുടെ വലയിൽപ്പെടുന്നു എന്നാണ് ബംഗളൂരു പോലീസിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, 24 ബംഗളൂരു. ഏറ്റവും വലിയ അപകടം നിറഞ്ഞൊരു ലോകത്തേക്കാണ് ഇവർ യാത്ര നടത്തി അന്വേഷണം നടത്തിയത്. നമ്മുടെ കുട്ടികൾ, പഠിക്കാൻ പോകുന്ന കുട്ടികൾ, ചില ആളുകൾ, അതുപോലെ ജോലിക്ക് പോയിട്ടുള്ള ചില ആളുകളൊക്കെ തന്നെ ഇവരുടെ വലയിൽ കുരുങ്ങിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കർണാടക പോലീസും അതിനെക്കുറിച്ച് നമ്മോട് പറയുകയുണ്ടായി. കാര്യം, മലയാളികൾ ഒറ്റയ്ക്കൊക്കെ അവിടെ ജീവിക്കാൻ അവസരം കിട്ടുന്ന പല മലയാളികളും കിട്ടിയ അവസരം പരമാവധി ഉപയോഗിക്കാൻ വേണ്ടി ഇത്തരം MDMA പോലെയുള്ള മാരക വസ്തുക്കൾ ഉപയോഗിക്കാൻ തയ്യാറായിട്ടുണ്ടെന്നും കർണാടക പോലീസിന് പരാതിയുണ്ട്. ഡിസംബറിൽ മാത്രം കൊച്ചിയിലേക്ക് ഒഴുകിയത് കോടികളുടെ മാരക സിന്തറ്റിക് മരുന്നുകളാണ്. കേരളം നടത്തുന്ന വെളിപ്പെടുത്തലാണ് ബംഗളൂരു ലഹരി മാഫിയ സംഘാംഗം 24 നടത്തിയത്. ലഹരിയുടെ കാണാപ്പുറങ്ങൾ ഇന്ന് രാത്രി 8:30 നമ്മൾ തുടരും. നിങ്ങൾ കാണുക. ഒരുപക്ഷെ നമുക്ക് ജീവൻ പണയപ്പെടുത്തി മാത്രമേ ഇത്തരം സംഘങ്ങൾക്ക് പിന്നാലെ പോകൂ. അന്തർദേശീയ ശൃംഖലയാണ് ഈ മാഫിയ സംഘങ്ങൾ. അവരെന്തും ചെയ്യാൻ മടിക്കാത്തവരാണ്. കൊലയും ഒക്കെ തന്നെ അവരുടെ ജീവിത രീതിയാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ അകത്തളങ്ങളിലേക്ക് കയറി ചെല്ലുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്വാസമിടിപ്പ് കൂട്ടുന്ന കാര്യമാണ്. ഇന്ന് രാത്രി 8:30 മണിക്ക് ഇതിൻ്റെ കാണാപ്പുറങ്ങളുടെ 2ാം ഭാഗം ഞങ്ങൾ സംപ്രേഷണം ചെയ്യുകയാണ്. ആഘോഷരാത്രികളെ കണ്ണുവെച്ച് ലഹരി വ്യാപാരികൾ. കേരളം നടുങ്ങുന്ന വെളിപ്പെടുത്തലുമായി ബംഗളൂരു ലഹരി മാഫിയ സംഘാംഗം. ഡിസംബറിൽ കൊച്ചിയിലേക്കൊഴുകിയത് കോടികളുടെ മാരക സിന്തറ്റിക് ഡ്രഗ്സ്. അന്വേഷണ പരമ്പര ലഹരിയുടെ കാണാപ്പുറങ്ങൾ. കാണാം 24-ൽ ഇന്ന് രാത്രി 8:30.